ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഒരു റീമേക്ക് വീഡിയോ ആണ്. വീഡിയോ കാണിക്കണം, കോപ്പിറൈറ്റ് അടിക്കും. സൗണ്ട് കുറച്ച് കാണിച്ചാൽ മതിയാ. ആ ശരിയാണ്, അപ്പോൾ ഔട്ട് തന്നെയല്ലേ. അപ്പോൾ ഇവിടെ ക്യാരക്ടേഴ്സ് നെയിം പറഞ്ഞുതരാം. സിയാദ്, വസി, ഖാലിദ് റഹ്മാൻ ബാക്കിലുണ്ട്. ഖാലിദ് റഹ്മാൻ ഇവിടെ തന്നെ നമ്മൾ റീമേക്ക് ചെയ്യുന്നത്. ഖാലിദ് രംഗങ്ങൾ കാണാം. സീൻ കാണിച്ചു കൊടുക്ക്. സിയാദ് കറക്റ്റാണ്. ടൊവിനോ എനിക്കെന്ത് തോന്നുന്നു. സാഹിൽ എന്തോ കറക്റ്റാണ്. അതെ അതെ, സൈഡ് ക്യാരക്ടേഴ്സ് ചെറിയ ഇനിയും പല പല. സിയാദ് നിന്റെ അത്രയും ഉചിതമായ ഒരു രൂപം ഈ കൂട്ടത്തിലുണ്ടാ. നീ നീ താടി സിയാദ് ഒരു ഈ ബ്ലോഗ് ആ കൊച്ചു കാണണ്ട ഞാൻ വിശ്വസിക്കണേ. ഫോട്ടോ ചെയ്യുന്നില്ലേ ഒരാള് നമ്മളെ കാണാണ്ട് കണ്ട്, അത് കുറച്ച് ടീമിലേക്ക് കാണാൻ എൻ്റെ അടുത്തേക്ക് വരാനേ. അവര് പറഞ്ഞേ ഒരാളെ കണ്ടപ്പോ ഫോക്സ് റൗണ്ടിന്റെ ഫുൾ കഥ എനിക്ക് ഓർമ്മ വന്ന്. അത്രയും പെർഫോമൻസ് ആണ് വില്ലേ. വെറുതെ അത് ഞാൻ പറയൂല, എന്റെ അടുത്തേക്ക് വന്നില്ല. വ്ലോഗ് എന്തായാലും വെറുതെ മോട്ടറാക്കണേ. നിനക്ക് എന്താണ് റിവീൽ ചെയ്യാൻ താല്പര്യം കമന്റ് ഇട്ടോ. ആരാന്നറിയില്ലേ കൂട്ടാളിടാ. വീടാണ് അരിക്കൊത്തല്ലാത്തിനാണ് ഈ വീടാണാവുക. ഒരു വീടാണ് കേട്ടാ. വീട്ടിൽ അയ്യോ അമ്മ ഇവിടെ ഇരുന്ന് സിയാദ് അല്ലേ. അവൻ പറഞ്ഞൊന്നും ആരും വിശ്വസിക്കണ്ട, വെറുതെ മോട്ടറാക്കണേ. സായിലായിരുന്നു ശരിക്കും. ഷാ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായി പടത്തിൽ, എന്റെ കൂടെ അഭിനയിച്ച വില്ലൻ. ആ വില്ലൻ വേഷം സായിലായിരുന്നു. അവനൊരു പനി പിടിച്ചതാണോ ഡ്യൂ ടു സം സ്പേസ് ഇഷ്യൂ വ്ളോഗ് കട്ടായി ചെറിയൊരു കണ്ടിന്യൂഷൻ പ്രശ്നം വരും. ഇവിടെ ഇപ്പൊ നടക്കണേ. ലൈറ്റ് ഏതായിരുന്നു ആ വില്ലൻ വേഷം ചെയ്യാന്നുള്ളത് സായിലായിരുന്നു. സായിലെന്ത് കക്ഷത്തുള്ളി വെച്ച് പനി പിടിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ സീൻ താനോട് ചോദിച്ചപ്പോ സായില് മുങ്ങി. സഹല് നമ്മളിട്ട് കൊന്ന് ആ കാണുന്ന വൈറ്റ് സിമെന്റിലിട്ട് ഉരുട്ടി എന്റെ ബ്ലാക്ക് ഷർട്ടും ഒരു കരിനീല പാൻറ്റായിരുന്നു. വീട്ടിലെത്തിയ പിന്നെ വെള്ള ഷർട്ടും വെള്ള പാൻറ്റും 2 ബട്ടൺസ് ഒക്കെ ഡൗൺ വലിച്ചൊട്ടിച്ച് അപ്പിനീക്കാൻ പറഞ്ഞാക്കണ്ട ജീവിച്ചാണിക്കൂ. പന്നി ചിക്കോ കടിക്കാൻ പറഞ്ഞ എന്ത് ചെയ്യൂ. ഇതിനമ്മ മൂത്തിന് ഇങ്ങനെയൊക്കെ പോളും. അടിക്കാൻ പറഞ്ഞ കണ്ട 5 അട്ടി മൂത്തിട്ട് അടിക്കോ. റിയൽ ലൈഫ് ഇടി ക്യാരക്ടർ ഉദവനായിട്ട് ഞാൻ ചെയ്യൂല. അതാണ് മാറിയത്. ഫോക്സ് ഓൺ ഹണ്ട് ഫസ്റ്റ് കണ്ടറിയാം. ചെറിയ മിസ്പ്രൊനൗൺസിയേഷൻ. ഫോക്സ് ഓൺ ഹണ്ടിന്റെ ഫസ്റ്റ് ഭാഗത്ത് സോയയിലെ പെങ്ങളായിട്ട് അഭിനയിച്ച് ജാൻസീനെ പിടിക്കുന്ന സീനുണ്ട് ബീച്ചിൽ. അതിലൊരു മൂത്തിട്ടടിക്കുന്ന സീനുണ്ട്. 6 അടിക്ക് പോയി 6 പേരടിച്ച് അടിക്കണ പടിയൊക്കെ അറിയും. ഇവിടെ സഹലാണെങ്കിൽ കണ്ട ഡയറക്ടർ സഹലാനല്ല അവനില്ലേ എത്രമാത്രം അടിക്കണോ അത്ര റിയലിസ്റ്റിക് ആക്കാൻ പറയുവേ. അവനതാണ് ഇഷ്ടം. അവനില്ലേ ഞാൻ ചെയ്ത പണിയാണോ. സിമെന്റ് ആക്കിന്റെ പൊക്കത്ത് എന്നോട് കയറാൻ പറഞ്ഞു. അവിടെ കിടന്ന് വരില്ല നിലത്തോട്ട് വീയാൻ. അത്രയും ഹൈറ്റുള്ള സിമെന്റ് ആക്കിന്റെ ഒക്കെ എന്നോട് വീയാൻ അടിയിലേക്ക്. അത്രയും ഭ്രാന്തനാണ്. ഖാലിദിന്റെ ആംഗിളിൽ കൂടെ കാണിച്ചു കൊടുക്ക്. ഇത് റോ വീഡിയോ ആണ്. ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോ ഒരു ബമ്പൻ ഖാലിദ് റഹ്മാൻ പടവും. പ്ലാനിങ് കണ്ടു. ഇതെന്തായാലും വരുള്ളൂ. പയ്യൻ ക്യാരക്ടർ മാറിപ്പോയി. പക്ഷെ സീനില്ല, ഡയലോഗ് സീനില്ല, ഓഡിയോ ലേറ്റടാ. ശരിയാ, ക്യാരക്ടർ മാറിപ്പോയി. ഒരു പ്രൊഫഷണൽ വീഡിയോ എടുക്കാനാണ് ഇതിങ്ങനെ കിട്ടണം. ശരിയായില്ല. ക്ലോസ് ആയിട്ട് എടുത്താൽ മതി. ക്ലോസ് ആക്കി ഒരെണ്ണം കൂടി എടുക്കും.
അല്ല അതൊന്നും കൂടി എടുക്കാം, ഞാൻ വെറുതെ അടിച്ചു. ഖാലിദ് സാർ എങ്ങനെ അതല്ല, ഇത് മാറ്റണം. scene എങ്ങനെയുണ്ട്? സീൻ ചിക്കുവിന്റെ അഭിനയം കുറച്ച് കൂടി പോയി. നമ്മളെ കൂട്ടത്തിൽ കുറഞ്ഞ കൂടുതലാണല്ലോ. ബിഹൈൻഡ് ദ സീൻസ് ആണ്ടാ സുഹൈലൊക്കെ ക്യാരക്ടർ കൊടുത്തതിനാ പിന്നെ അതീന്നും 2 മണിക്കൂറായി തല ചിരിച്ചു വെച്ചിക്കണ. അപ്പൊ മനസ്സിൽ വീഡിയോയിൽ തടസ്സമായി ഒരു എത്ത വന്നിട്ടുണ്ട്. എന്തൊക്കെ പറയണ്ട്. അപ്പൊ ഒന്ന് കട്ട് ചെയ്യാം. എത്ത തടസ്സമായി ബ്ലോഗ് കാണണമെങ്കിൽ സോറി. അനിയാ ജീവിക്കണ്ടേ. എന്ത് കോമാളിത്തരമൊക്കെ എല്ലാം കാണിക്കണം, നല്ല രക്ഷപ്പെടും. ക്യാരക്ടേഴ്സിനോടൊക്കെ അജിൻ വായല അജിനാണ്. നീ പറ എന്ത് വായല ഇവനുണ്ടോ ഒരു അതിനുമ്പോ കാലിതിറക്കും അല്ലേ? കാലിത് അല്ല പറഞ്ഞില്ല, ക്യാരക്ടർ ബേസ് ആരായിട്ട് വരും. അജിന്റെ ലുക്കണത് അല്ലേ? അജിനവൻ അജിനല്ല അവൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അശ്ര. നമ്മള് ആരാണ് നീ പറ. അങ്ങനെ അറിയാൻ ചെയ്യൂല. കാലിതറ ഡയറക്ടർ പറയട്ടെ, ഇവര് ഡയറക്ടറാണ്. ആരെ കണ്ടിട്ടാ പറയണ്ടേ? ആരെ? അജിനും ആശുറും, അത് രണ്ടും തോന്നുന്നുണ്ട്. ചിക്കുവാലൻ വിചാരിച്ച ചിക്കുവാലൻ ആശിർ സൽമാന. വിനായക റിയൽ ലൈഫിൽ ഒരു ബന്ധമൊക്കെ ഉണ്ടല്ലേ, പെങ്ങളുണ്ട്, വേറെ ഒന്നുമില്ല. കൊറേ ബന്ധുണ്ട്. പെണ്ണില്ല. അത് പറയണ്ട, മോശം മോശം. ബാക്കി ഇലക്ഷൻ വർക്കിനാലും പറയണോ? ഓ അതൊന്നും പറയണ്ട, അതാ പണി. ഒട്ടിച്ചവനെ സ്റ്റിക്കർ ഒട്ടിക്കാനും. അയ്യോ അതിന്റെ അത് കിട്ടണ അവസാനിപ്പിക്കാനല്ലേ അവസാനിപ്പിക്കുന്ന എല്ലാം നിർത്താ. ഇനി കൊറേ ഷോട്ട് എടുക്കാണ്ട്. ഫുൾ ഇട്ടിയാണ് ഇനി ഫൈറ്റ്. രണ്ടു ആക്കും. ഇനി ഫുള്ള് ഇട്ടിയാണ്. അതൊക്കെ ഇനി വീഡിയോയുടെ റിസൾട്ട് ആയിട്ട് വരും. അത്രേ ഉള്ളൂ. ഇതിന് ശേഷം ചിക്ക് പോയി കഴിഞ്ഞിട്ട് എവിടെ പോയിട്ട് തിരിച്ചനെ എവിടെ ഡൽഹിയിൽ. അത് കഴിഞ്ഞിട്ട് ഒരു ഇമോഷണൽ സാധനമാണ് സുഹൃത്ത് പറഞ്ഞേക്കാം. സൽമാൻ തന്നെ കഥ എഴുതി, സൽമാൻ തന്നെ അഭിനയിച്ച്, സൽമാൻ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ട് അവരൊക്കെ അല്ല നിങ്ങളാ പറഞ്ഞ വിനീത് ശ്രീനിവാസൻ അത് കഴിഞ്ഞിട്ട് വേറൊരു കഥ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. നിന്റെ മതി സായില്ല ഏതല് മാത്രമേ ഉള്ളൂ. സിനിമയിലേക്ക് പോയിട്ട് 250 രൂപ ഓൺലൈനിൽ ഞാൻ കാണിച്ചുതരാം. നിങ്ങളുടെ നമ്മളോട് കണ്ടിന്യൂ ചെയ്യാം. നിന്റെ ആവശ്യമില്ല. എന്റെ ആവശ്യമില്ല. ഔട്ട് ചെയ്ത് മകനകട്ട ഒരായി പോയി ഒരാഴ്ച ഓക്കെ. സംഭവം എന്ന് അറിയാമോ? ഓട്ട് ചെയ്യാൻ കയറിയപ്പോ ഈ പന്നി വിളിച്ചു തന്നെ. ഓട്ട് സോറി ഷൂട്ടിലാ. അല്ല അതിന് ഞാൻ പറയണ നല്ല നീ പറഞ്ഞേ. റിയൽ ലൈഫിൽ കണ്ടത് ഞാൻ. അതായത് ഈഗോ ക്ലാസ് കൊണ്ടിട്ട് വോട്ട് ചെയ്ത വ്യക്തി. ഒരു മിനിറ്റത്തേക്ക്. അപ്പൊ ഗൈസ് നമ്മൾ വോട്ട് ചെയ്തത് ഈഗോനെ പുറത്ത് മാത്രം. അതായത് ഇതില്ലേ ഇപ്പൊ ക്യാമറ ഞങ്ങൾ നല്ല ഇതിലായിരിക്കും. എനിക്കറിയാം. ഈഗോ പുറത്ത് മാത്രമാണ് ഈ പ്രാവശ്യം വോട്ട് ചെയ്തത്. അല്ലെങ്കിൽ 2031 വോട്ട് ചെയ്യാന്ന് വിചാരിച്ചാണ്. ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട്. കാരണം നമ്മ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോസ്റ്റൽ വോട്ടിൽ നമ്മ അപേക്ഷിച്ച് ഞാനിവന് സാലൊക്കെ പോസ്റ്റൽ വോട്ടിന് അപേക്ഷിച്ചിട്ട് നമ്മ മനസ്സിലായ രാവിലെ പോയി അവിടെ ചെന്ന് വോട്ട് ചെയ്യണ കാര്യം അറിയില്ല നമുക്ക് എങ്ങനെയാന്ന്. അപ്പൊ ഇവനും വേറെ അൽത്താഫും മറ്റേ റാഫി
ഇവര് മൈൻഡ് ഇവർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതിൽ ചെറിയൊരു സംസാരം വരുത്തി. പിന്നെ ആ അൽത്താഫിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യണമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ അവിടെ നമ്മ സാർമാർ സംസാരിച്ചപ്പോൾ നമ്മളെ സമയം കഴിഞ്ഞു പോയി. അതായത് നമ്മളോട് പറഞ്ഞില്ല, നമ്മുടെ ഡ്യൂട്ടിക്കുള്ളതുകൊണ്ട് എപ്പോഴും വോട്ട് ചെയ്യണം എങ്ങനെയാണോ ഒന്നും പറഞ്ഞില്ല. നമ്മുടെ മൈൻഡ് 9-ാം തീയതി തന്നെ വോട്ട് ചെയ്യണം എന്നുള്ള മൈൻഡിൽ നമ്മ അതിലിങ്ങനെ നിൽക്കണായിരുന്നു. അപ്പൊ ആ ദിവസം നമ്മ പോയി അപ്പൊ പറഞ്ഞ തലേന്നാണ്. അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു ദിവസം കൂടി, അതായത് 8-ാം തീയതി കൂടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മ ചെന്ന് ലാസ്റ്റ് കുമാരി കളക്ടറുടെ അടുത്ത് പോയി. ഫസ്റ്റ് അവിടുത്തെ ഓഫീസറുടെ അടുത്ത് പോയി അവർക്ക് ഒരു ഓപ്ഷൻ ഇല്ല. എന്താണെന്നുള്ള സീനായി പോയി. അപ്പൊ നാളെ പണിയല്ല മറക്കരുത്. അപ്പൊ ഇവൻ കളക്ടറുടെ അടുത്ത് പോയി, കളക്ടറുടെ അടുത്ത് പ്രതിഷേധം രേഖപ്പെടുത്തി. എന്നിട്ട് ഇല്ലാത്ത പൈസ ഒപ്പിച്ചിട്ട് കാറെടുത്ത് ഇവിടെ പോയി കാക്കനാട് പോയി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നുമില്ല. വാശിപ്പുറത്ത് അതന്നെ ഈഗോ പറയൂല. വോട്ട് ചെയ്താൽ ജയിക്കും, വോട്ട് ചെയ്ത ആളേക്കും സഹല വോട്ട് ചെയ്താൽ ജയിക്കും. വോട്ട് ചെയ്താലേക്കും. അപ്പൊ 2-2 വോട്ട് ചെയ്തേക്കണം. അപ്പൊ 2-2 ആര് ജയിക്കും നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും മതിയില്ലേ വ്ളോഗ്. അതായത് കൊറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗ് ആയിട്ട് വന്നതാണ്. അതെ, ഇനിയിപ്പോ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വരുന്നത്. അപ്പൊ ഡൽഹി വ്ളോഗ് പ്രതീക്ഷിക്കാമോ? മൈക്കോണ്ടോണോ? ഡിജിറ്റക്കാ ഏതാ? ഹോളിലാൻഡ് നോക്കട്ടെ. തന്നെ വ്ളോഗ് എന്തായാലും വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇല്ല, കൊറേ ട്രെയിനിലിരുന്ന് ഞാൻ മാത്രമേ വ്ളോഗ് കൊടുക്കണേ. ആ ഒറ്റക്ക് എന്താണ് മറ്റേ എറണാകുളം ടു ഡൽഹി അല്ലെങ്കിൽ നീ ഡൽഹിയിലേക്ക് അപ്പൊ എന്തായാലും ആർക്കും ആവശ്യം മേടിക്കാണെങ്കിൽ ചേസ് ചെയ്യും. എനിക്കൊരു സാധനം മേടിക്കാണ്ട്. എന്താന്ന് വെച്ചാ എനിക്കൊരു വാച്ച് മറ്റേ നമ്മ സരോജിനി ജാക്കറ്റ്, വാച്ചും കണ്ണാടി പൈസ ഇട്ടരും. കണ്ണാടി, കണ്ണട, കണ്ണാടി ഞാൻ അതേപോലത്തെ കണ്ണാടിയും വാച്ചും മതി. വാച്ച് ചെയിൻ വാച്ച്. പക്ഷെ ഇവന്റെ പ്രശ്നം ഇവൻ മറന്നു. ഞാൻ ഇടക്കിടക്ക് വിളിക്കണേ നീ സരോജത്തിൽ ഞാൻ ഇടക്കിടക്ക് വിളിക്കുന്നത്. ഗൈസ് എന്റെ അല്ല മേടിക്കാനാണോ ഞാൻ പോകുന്നത്? അല്ല, നീ എന്താ പറ, എനിക്ക് മേടിക്കും, നീ വിളിക്കണം. മറന്നോല്ല, എന്താ നോക്കാം. കണ്ണാടി ജാക്കറ്റ് മാത്രം മതി. എന്തായാലും കണ്ണട അടിക്കണം എനിക്ക്. നീ വില വേശിയാലും ഒരു ഡ്രിമ്മറും അതിപ്പോഴും എന്റെ വീട്ടില് നല്ല കൊല്ലം കഴിഞ്ഞ ഒരു കുഴപ്പമില്ല. അത് ഞാൻ 500 ഇട്ടരാ. 500 ഇതൊക്കെ ഒതുങ്ങും. നീ എന്നെ കൊണ്ട് അപ്പൊ ഗൈസ് ഈ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കണേ. ലൈക്ക്, ഷെയർ, വ്ളോഗുമായി നമ്മൾ വീണ്ടും വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളിപ്പോൾ 1300 പോകുന്നു. ആകാൻ പോകുന്നു. അപ്പൊ 1300 വന്നപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.